ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൂറ് പോവുകയാണ് നമ്മുടെ ബസ്സുമായിട്ട്. അപ്പോൾ നമ്മൾ ടൂർ പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മലയാണ്. അപ്പോൾ ആ ഒരു മലയിൽ കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് വ്യത്യസ്തമായ ഒരു മലയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പോകാണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു കോളേജിൽ നിന്ന് ഒരു ബസ്സിലുള്ള ആളേ ഉള്ളൂ. അപ്പോൾ അവരെ മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതേ നമ്മുടെ കോളേജിന് മുമ്പ് കൂടെയാണ് പോയത്. നമുക്ക് ആദ്യം ഉണ്ടല്ലോ, നമുക്ക് ഡീസൽ അടിക്കണം. കാരണം ഡീസൽ വളരെ കുറവാണ്. ഡീസൽ ഇല്ലെങ്കിൽ എന്താണെന്നറിയാലോ, വണ്ടി നീങ്ങില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഡീസൽ അടിക്കണം. അപ്പോൾ ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു പെട്രോൾ പമ്പ് വരുന്നത്. അത് നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഡീസലിൻ്റെ വില നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഏതാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിന് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിന്ന് ചോദിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഡീസൽ വിലയുള്ള സ്ഥലം, അതായത് ഡീസലും പെട്രോളിനൊക്കെ ഏറ്റവും കൂടുതൽ വില കൂടിയ ജില്ല ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കും കൂടി ആ ഒരു ചോദ്യത്തിന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മൾ 3000-നാണ് നമ്മളിപ്പോൾ ഡീസൽ അടിക്കുന്നത്. ഡീസലിനൊക്കെ വളരെ വില കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പിശിക്കാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളധികം വലിപ്പിച്ചിട്ടൊന്നുമല്ല, അതായത് RPM കൂട്ടിയിട്ടൊന്നും നമ്മൾ വണ്ടി ഓടിക്കാറില്ല. കാരണം ഡീസലിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മുടെ ഡീസലൊക്കെ അടിച്ചു, എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ, നമ്മൾ ഇനി പോകാൻ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. കാരണം നമുക്ക് പിള്ളേരൊക്കെ എടുത്താൽ നമുക്ക് ടൂർ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൂർ പോകാൻ നമ്മൾ വണ്ടി ഇട്ട് വരുന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ജെറ്റ് ബസ്സാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. ജെറ്റ് ബസ്സിൽ നമ്മൾ കൊമ്പൻ അധോലോകത്തിൻ്റെ സ്കിന്നാണ് ഇട്ടിട്ടുള്ളത്. അടിപൊളി സ്കിന്നാണ്. കാരണം ഉണ്ടല്ലോ, ഇത്രയും ഗ്രാഫിക്സ് കുറച്ചിട്ടിട്ടും അത്രയും ലുക്കാണ് വണ്ടി കാണാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജെറ്റ് ബസ് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സ്കിന്നായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ഇടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിവറി, ജെറ്റ് ബസ്സിന് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു ലിവറി നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരാൾ. ആദ്യം നമ്മൾ ആളെ എടുക്കണം. 1 hour later. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ആളെ എടുത്തിട്ടുണ്ട്. ആൾ കയറണം നമ്മൾ കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്ക്രീൻ റെക്കോർഡർ ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആളെ കാണിക്കാത്തത്. പക്ഷേ ഇതിലെ ആൾ ഇറങ്ങണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെന്തായാലും സ്ക്രീൻ റെക്കോർഡിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്തായാലും ആളെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു പെട്രോൾ പമ്പിലേക്ക് പോകുന്ന വഴിയിലൂടെ തന്നെയായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഡീസൽ അടിച്ചിട്ട് ഇങ്ങോട്ട് കയറുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ നമ്മളെന്തായാലും തിരിക്കുന്നുണ്ട് വണ്ടി ഇതേ ഇവിടെ നിന്ന് തിരിച്ചു. ഇനി നമുക്ക് തിരിച്ചിട്ട് നേരെ പോകണം. അവിടെയാണ് നമ്മുടെ ആ ഒരു സ്ഥലത്തേക്കുള്ള ഒരു വഴി കിടക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ആ ഒരു സ്ഥലം കാണിക്കാനാണ്. ആ സ്ഥലം വളരെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതുപോലെ നമ്മളുണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു മലയാണ്, ആ ഒരു വ്യത്യസ്തമായൊരു മലയാണ്. അപ്പോൾ അത് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആളൊക്കെ കയറിയോണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ടല്ലോ, വണ്ടി നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. കാരണം പിന്നിൽ പിള്ളേർ ഭയങ്കര ഡാൻസ് കളിയൊക്കെയാണ്. അതുപോലെ എന്തൊക്കെയോ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര അവർ നല്ല സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടല്ലോ ആ ഒരു രീതിക്ക് പോവുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ലൈക്ക് ചെയ്യുമ്പോഴൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാണ്. അതായത് നമ്മളിപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ കളറായിരിക്കുമല്ലോ ആ ലൈക്കിൻ്റെ ഭാഗത്ത്. പക്ഷേ ചില ഫോണുകളിൽ ആ ഒരു ലൈക്കിൻ്റെ കളറ് വേറെ ഏതൊക്കെയോ ഒരു കളറായിട്ട് വരും. അത് പല ഫോണിലും പലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലൈക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ കളറായിരിക്കും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുണ്ടല്ലോ, ആ ലൈക്കിൻ്റെ കളർ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. ലൈക്ക് ചെയ്തിട്ട് അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ലൈക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കളർ ആർക്കാണോ കിട്ടുന്നത് ആ ഒരു കളർ ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാലോ, ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ സാധാ ഇത് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ വീഡിയോയിലും പറയാനുള്ളതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയെക്കുറിച്ച്. അതുപോലെ അടുത്ത കണ്ടൻറ്റ് ഏത് വേണമെന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കണ്ടൻറ്റിന് ഭയങ്കര ക്ഷാമമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കണ്ടൻറ്റൊക്കെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പരമാവധി കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മളുണ്ടല്ലോ, നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ, ഇവരെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകണം. കാരണം ഇവർ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിനി ഉച്ചഭക്ഷണം റെഡിയാക്കണം. അത് നമ്മളൊരു ഹോട്ടലിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ ഉണ്ടല്ലോ, സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. അതിന് മുമ്പുണ്ടല്ലോ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. കാരണം എന്താണെന്നറിയോ, അതായത് നമ്മുടെ RTO ഒന്ന് കാണിക്കാനാണ് നമ്മുടെ വണ്ടി. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഏതൊരു ട്രിപ്പ് പോവുകയാണെങ്കിലും നമ്മൾ ആദ്യം RTO കാണിച്ചിരിക്കണം എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ ചെക്ക് ചെയ്യും നമ്മുടെ വണ്ടി. എന്നിട്ടാണ് ആ ഒരു വണ്ടി ടൂറിന് പോകാൻ റെഡിയാണോ എന്നുള്ളത് നോക്കും. എന്നിട്ടായിരിക്കും നമുക്കുണ്ടല്ലോ ആ ഒരു ടൂറിന് പോകാനുള്ള പെർമിഷനൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടല്ലോ
ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് പോകണം. കാരണം ഉണ്ടല്ലോ വണ്ടിക്കകത്ത് ആവശ്യമില്ലാത്ത നിയമലംഘനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളത് നോക്കും. അതിന് വേണ്ടിയിട്ട് അതേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മളിതേ ഇപ്പോൾ എവിടെയാണോ വണ്ടി നിർത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ RTO വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്കുണ്ടല്ലോ RTO ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ നിർത്തി. 1 hour later. അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ കുറച്ച് നേരത്തെ ചെക്കിങ്ങിന് നേരം അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും വണ്ടി എടുക്കുകയാണ്. നമുക്കുണ്ടല്ലോ നമ്മുടെ വണ്ടിയിൽ നിയമലംഘനമൊന്നും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി, അവർ മനസ്സിലായി. അപ്പോൾ ഉണ്ടല്ലോ നമ്മളിതേ ഇപ്പോൾ വണ്ടി എടുത്ത് പൊക്കോളം പറഞ്ഞു, ട്രിപ്പിനൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. നമ്മളിതേ പിന്നെയും പാട്ടൊക്കെ വെച്ച് പിന്നെയും പിള്ളേർ ഇത് തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ അതിൻ്റെ മുമ്പിൽ കൂടെ കേട്ടോ നമ്മുടെ 1S പോകുന്നത്. പക്ഷേ നമ്മൾ 1Sനെ ഓവർടേക്ക് ചെയ്യാണ്. നമ്മളുണ്ടല്ലോ 1Sലല്ലോ നല്ല കിക്കറിൻ്റെ അടിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ടാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മളിത് 1Sനെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അധോലോകമല്ലേ, നമ്മളേതാ മാസ് ഓവർടേക്കൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഫ്രണ്ടിലിപ്പോൾ വീഡിയോ എടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ നമ്മളത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേനെ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ 1Sനെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്തു. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പോലീസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ RTO എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമമൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്, അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പൊക്കോളാനൊക്കെയാണ് പറഞ്ഞത്. നമ്മുടെ ബസ്സിലുണ്ടല്ലോ അവർ മെയിനായിട്ട് ചെക്ക് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ സബ് വൂഫർ ഉണ്ടോ, അതുപോലെ നമ്മുടെ സൗണ്ട് സിസ്റ്റം ലൈറ്റ് സിസ്റ്റം അധികം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. നമ്മളെല്ലാം ഉണ്ടല്ലോ നമ്മൾ നിയമത്തിനനുസരിച്ചാണ് നമ്മൾ നീങ്ങുന്നത്. കാരണം ഉണ്ടല്ലോ നിയമം അനുസരിച്ചില്ലെങ്കിൽ അവർ കുനിച്ചിർത്തി കൂമ്പിനടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തിരി ഒഴിച്ചിട്ട് കത്തിച്ച് കളയും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ നിയമമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് പോകുന്നത്. അപ്പോൾ അതേ പിന്നെയും പിള്ളേർ ഇതേ തുള്ളാനൊക്കെ പോയിട്ടുണ്ട്. നമ്മളിനി അടുത്തുണ്ടല്ലോ നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു മലയുടെ ഒരു സൈഡിലേക്ക് പോകാൻ. കാരണം നമ്മൾ ആരോഗ്യം വേണം. കാരണം ഉണ്ടല്ലോ നമുക്കവിടെ ബസ് കൊണ്ട് പോകാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകണം. ഇവരുടെയൊക്കെ കയ്യിലുണ്ടല്ലോ വലിയ വലിയ ബാഗുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇവരെ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഹോട്ടൽ തപ്പിയിട്ട് ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. 1 hour later. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മളിതേ അവരെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വിട്ടു. അവരിതേ തീറ്റയൊക്കെ കഴിഞ്ഞിതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമ്മളിതാ സമയം കൊണ്ട് നമ്മുടെ ബസ് തിരിക്കുകയാണ്. അപ്പോൾ ബസ് തിരിക്കുകയെന്ന് വെച്ചാൽ ചെറിയ റോഡാണ്, അപ്പോൾ അത്യാവശ്യം പാടുണ്ട് നമ്മുടെ ബസ് തിരിക്കാനായിട്ട്. നമ്മുടെ വണ്ടിയുടെ ലുക്ക് കണ്ടോ, അധോലോകത്തിൻ്റെ ഒരു ലിവർ ഇട്ടപ്പോൾ വേറെ ലെവലായി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലിവറി ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ നമുക്കുണ്ടല്ലോ നമ്മുടെ ജെറ്റ് ബസ്സിന് ഈ ഒരു ലിവറായിട്ട് വരാം. അപ്പോൾ അതേ ഒരു ചെറിയൊരു കയറ്റമാണ്, നമുക്ക് കയറ്റം കയറാൻ കുറച്ച് പാടുപെട്ടു. അവിടെ ഇപ്പം നമ്മളുണ്ടല്ലോ ഇതിലൊക്കെ ആൾ കയറ്റുന്നതുകൊണ്ട് തന്നെ ബാക്കിലൊക്കെ ബ്ലോക്കായി. അപ്പോൾ നമ്മളിത് വണ്ടി എടുത്തു. ഇവിടെ എടുത്താണ് കേട്ടോ മല. ഇതിലൊരു മല മാത്രമല്ല ഉള്ളത്, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു പാർക്കുണ്ട്, അതുപോലെ കുളമുണ്ട്, അതുപോലെ എല്ലാം ഒരു കാണാനുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവരിങ്ങോട്ട് ടൂറിന് വന്നത്. അപ്പോൾ ഉണ്ടല്ലോ നമ്മളിതേ ഇവിടെ ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിറക്കം കണ്ടോ, അവിടേക്ക് നമ്മൾ നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. പക്ഷേ നമ്മൾ ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല, അതായത് അവിടെ നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിതേ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് പോലും മൈൻഡ് ചെയ്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അതേ ഇവിടെയാണ് നമ്മുടെ തുടക്കം വരുന്നത്. അപ്പോൾ ഈ ഒരു തുടക്കത്ത് കണ്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു പേര് കണ്ടോ, ആ ഒരു പേരെന്താണെന്നുള്ളത് വായിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. കാരണം ഇതുണ്ടല്ലോ ഇതൊരു റൗണ്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു റൗണ്ടിൽ നമ്മൾ നേരെ പോകാൻ പറ്റുള്ളൂ, അതായത് ലെഫ്റ്റ് തിരിഞ്ഞിട്ട്. നമ്മളിതുണ്ടല്ലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ഒരു മലയിലേക്ക് കയറാനുള്ള വഴി. നമ്മൾ മലയിലേക്ക് കയറാനൊക്കെ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ ഈ ഒരു റോഡ് വന്നപ്പോൾ ഉണ്ടല്ലോ റോഡ് നല്ല ക്ലീനാണ്, അതായത് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ബസ് കടന്നിട്ട് ആടുക, അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ ഇങ്ങനത്തെ റോഡൊക്കെ ഉണ്ടല്ലോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ നമ്മളിത് അവിടെ എത്തി. അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും മലകളാണ്. അതുകൊണ്ട് ഉരുളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിൽ ചമ്മന്തിയായി പോകും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതേ നമ്മളിത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ലോറിയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുള്ള് ലോഡൊക്കെ ആയിട്ടാണ് ഈ ലോറികളൊക്കെ വരുന്നത്, എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും സപ്ലൈ ചെയ്യാനൊക്കെ ആയിരിക്കും. നമ്മളിത് ഇവിടെ അടുത്തെവിടെയാണ് നമ്മുടെ ആ ഒരു സ്ഥലം ഇരിക്കുന്നത്, നമുക്ക് അവിടെ കാണാം. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുള്ളത്. നമ്മുടെ വണ്ടി വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിലൊന്നും നമുക്കിത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടില്ല ഒരു ഐസാർ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരസി. അപ്പോൾ അത് ഐസാർക്കൊന്നും ബുദ്ധിയില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിതേ പാർക്ക് ചെയ്തു, ഇവിടെ വണ്ടി നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അതേ നമ്മളിതേ ആൾക്കാരൊക്കെ ഇറക്കി. അപ്പോൾ അതേ ആൾക്കാരെ ഇറക്കിയപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നത്, നമ്മുടെ ആളുടെ കയ്യിൽ അത്യാവശ്യം ലോഡൊക്കെ ഉണ്ട് കണ്ടോ, അത്യാവശ്യം കണ്ടില്ലേ. ഇവരൊക്കെ പെട്ടിയും കിടക്കായിട്ടാണ് ഇങ്ങോട്ടൊക്കെ പോന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗറൊക്കെ ഉണ്ട് കേട്ടോ, ഒരു വ്ളോഗറെ കണ്ടു. അതുപോലെ പിന്നെയുള്ളത് മൊത്തം പെട്ടി, അതായത് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. 2 വ്ളോഗറുണ്ട്.
3 പേരുണ്ട്. അപ്പോൾ 3 വ്ളോഗറൊക്കെ ഉള്ള അപ്പോൾ നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഫേമസ് ആവുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഈ ഒരാളെയൊക്കെ ഇറക്കിയിട്ട് അവരെ സേഫായിട്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇറങ്ങി 3 വഴിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടല്ലോ വലിയ ആൾക്കാരെ പോലെയൊക്കെയാണ് നടത്തമൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതാണൊരു മലയിൽ നിന്ന് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, വലിയൊരു പാമ്പ്. അപ്പോൾ ഈ ഒരു പാമ്പിൻ്റെ രൂപം എവിടെയോ കണ്ട പോലെ ഉണ്ട്. കാരണം ഉണ്ടല്ലോ, ഇത് നമ്മൾ അപ്ഡേറ്റ് വന്നതിന് ശേഷം അത്യാവശ്യം ഫേമസ് ആയൊരു സ്ഥലം ആണിത്. അപ്പോൾ അത് യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി, അതിൽ ലൊക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ടല്ലോ, നമ്മളിത് സ്റ്റെപ്പിൽ ചാടിയിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഉണ്ടല്ലോ, നമ്മൾ 2-3 തവണ ചാടിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് വെച്ച് കയറും. അങ്ങനെ നമ്മൾ ഫുള്ള് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ബാൽക്കണിയിൽ കാണുന്ന പോലെയാണ്. നമ്മളുണ്ടല്ലോ ഫുള്ള് ഈ ലോകം മൊത്തം കാണാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കണ്ടില്ലേ, അവിടെ ഒരു കുളമുണ്ട്, അതേപോലെ മരം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ അപ്പുറത്തെ മലയിലേക്ക് കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തേക്ക് ചാടിയിട്ടാണ് പോയത്. അപ്പോൾ പക്ഷേ ഇവരുണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മലയ്ക്ക് നമുക്ക് വലിയൊരു മലയ്ക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ അറിയാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളിനി കയറ്റം ഇറക്കൊക്കെ നിർത്തുകയാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്ന നോക്കുകയാണ്. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ആൾക്കാരൊക്കെ തട്ടി മാറ്റിയിട്ടുള്ളൊരു പരിപാടിയൊക്കെ, ഒരു വികൃതിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു അനക്കമില്ല. നമ്മളെന്തായാലും ഇനി വണ്ടി എടുക്കുക. ഇതിന് വേറെ പരിപാടിയൊന്നുമില്ല. ഇവരുടെ വ്ളോഗിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടില്ലേ, ചെറിയ അഴുക്കൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും പൊടിയാണ്. കാരണം ഉണ്ടല്ലോ, റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും പൊടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പെട്ടെന്ന് ചളിയാവും. നമുക്കൊന്നും കഴുകിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആളെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇനി അവരെ വീട്ടിൽ കൊടുന്നൊക്കെ, അതായത് നമ്മളാ ഒരു കയറ്റിയ സ്ഥലത്ത് നിന്ന് നമ്മളിനി അവരെ തിരിച്ചിറക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.